ഹലോ ഗായ്സ്, അങ്ങനെ ഇന്ന് നമ്മൾ കുറച്ച് ദിവസത്തിന് ശേഷം വീണ്ടും ഒരു കറക്കമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഞങ്ങളെ കൂട്ടത്തിൽ ഒരാൾക്ക് കാതിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അങ്ങനെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണ്. പുള്ളി വീട്ടിലെത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങളങ്ങനെ പുള്ളിയെ കാണാനുള്ള പരിപാടിയിലായിട്ട് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ വിഷ്ണു ചേട്ടൻ്റെ വീട്ടിലോട്ടുള്ള പോകാനുള്ള പ്ലാനിങ്ങിലായി ബസ് കയറി ഞങ്ങൾ 5 പേരും കൂടെ പോവുകയാണ്. അങ്ങനെ കടയിലെത്തി കുറച്ച് സാധനങ്ങളൊക്കെ ചേട്ടൻ ഫ്രൂട്ട്സൊക്കെ മേടിക്കണ്ടേ, അങ്ങനെ അതൊക്കെ മേടിച്ച് നമ്മളെല്ലാം നോക്കി പറക്കി മേടിച്ച് ഞങ്ങൾ ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ കാര്യങ്ങൾ കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നോക്കിയപ്പോഴത്തേക്കും 1.5 കിലോമീറ്റർ ഉണ്ട്. ഈ വെയിലത്ത് നടക്കാൻ വയ്യാത്തതുകൊണ്ട് ഓട്ടോയ്ക്കൊക്കെ കൈ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഓട്ടോയിൽ നിന്ന് ഇറങ്ങി നേരെ വിഷ്ണു ചേട്ടൻ്റെ വീട് നോക്കിയുള്ള പരിപാടിയായി. അങ്ങനെ കുറച്ച് താഴോട്ട് പോകണം. അങ്ങനെ അവിടെ ചെന്നിട്ട് എന്താന്ന് വെച്ചാൽ അമ്മയാണ് ഞങ്ങളെ വെൽക്കം ചെയ്തത്. എന്ത് രസമാണ് അവരുടെ വീട്ടിൽ, എല്ലാവരും ഭയങ്കര കോമഡിയാണ്. അങ്ങനെ ചേട്ടൻ്റെ അച്ഛൻ ഞങ്ങൾക്ക് ടാറ്റയൊക്കെ പറഞ്ഞു, മക്കളെ പോവുകയാണ്, ചോറൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. ഞങ്ങൾക്കതൊന്നും സമയമില്ല, എന്താ അമ്പൂരി കാണണമല്ലോ. അങ്ങനെ ഏതൊക്കെയോ ഊടുവഴി കൂടെയൊക്കെ ഞങ്ങൾ 1 കിലോമീറ്റർ നടക്കാൻ മടിച്ച് ഏതൊക്കെയോ കുറുക്ക് വഴിയെന്നും പറഞ്ഞ് പേടിപ്പിച്ച് കൊണ്ടുപോയി. എൻ്റെ ദൈവമേ, പേടിക്കാൻ ഇനി ഒന്നുമില്ല. ചേച്ചിയെ പേടിപ്പിച്ച കഥകളാണ് വേറെ. എൻ്റെ അമ്മ ചിരിച്ച് മരിച്ച്. ഞങ്ങൾ എന്തായാലും എൻ്റർടൈൻമെൻറ്റ് തന്നെയായിരുന്നു ഫുൾ. അങ്ങനെ ഒരു ഓട്ടോ കിട്ടി. എന്റെ അമ്മച്ചി ഇറങ്ങി കാട്ടാൻ ഇറങ്ങി. കാട്ടാക്കട ബസ് സ്റ്റോപ്പിലെത്തി നേരെ ഞങ്ങൾ അമ്പൂരിലേക്ക് പോകാൻ കാണാനുണ്ടായിരുന്നു. ഒരുപാട് കാഴ്ചകളുണ്ടായിരുന്നു കാണാൻ. പിന്നെ എൻ്റെ കുറേ പ്രഹസനങ്ങളുണ്ടായിരുന്നു. എന്തായാലും ഞാൻ ഈ യാത്ര അടിച്ചു പൊളിച്ചു. അങ്ങനെ അമ്പൂരി എത്തി. എങ്ങനെയൊക്കെ സ്ഥലം മാറിപ്പോയെന്ന് ഇപ്പം നമുക്ക് മനസ്സിലായി. അങ്ങനെ അമ്പൂരി വെള്ളച്ചാട്ടം എന്നും പറഞ്ഞ് പാലത്തിലാണ് ഞങ്ങളെ കൊണ്ട് വിട്ടത്. പിന്നെ അവിടെ നിന്ന് ഞങ്ങളൊരു ഓട്ടോ പിടിച്ചു. സ്ഥലത്ത് തന്നെ ഞങ്ങൾ എത്തിയിട്ടുണ്ട്. കുറേ കാടുകളൊക്കെ കയറിയൊക്കെ പോയേണ്ടത്. ഏതൊക്കെ വഴിയാണെന്നൊന്നും അറിയാം. അങ്ങനെ എത്തിക്കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ അങ്ങോട്ട് അടിച്ചു പൊളി. ക്ഷീണം തീർക്കാൻ കുറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ വെള്ളത്തിലോട്ടൊക്കെ ഇറങ്ങിയത്. ഫുഡ് ഏത് ഫുഡാണല്ലോ മെയിൻ. നമുക്ക് ഫുഡ് എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. ഒരു വീട്ടിൽ പോയി ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറ്റി ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോകാനുള്ള പരിപാടിയായി. അങ്ങനെ ബസ്സിൽ കയറി ഞങ്ങൾ കുറച്ച് ഡാൻസും പാട്ടൊക്കെ കഴിഞ്ഞു. അങ്ങനെ നേരെ തിരുവനന്തപുരത്ത് എത്തി. റെയിൽവേ സ്റ്റേഷനിൽ പോയി സമയം താമസിച്ചുകൊണ്ട് ബസ് നോക്കി നിന്നില്ല. അങ്ങനെ ഞങ്ങൾ ട്രെയിൻ ടിക്കറ്റ് എടുത്തു കഴക്കൂട്ടത്ത് നേരെ വീട്ടിലോട്ട്. അങ്ങനെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.